ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കേരള സ്റ്റോറി 2-ന് അതിന്റെ പ്രദർശനത്തിന് സ്റ്റേ എന്നുള്ള നിർണായകമായ തീരുമാനം ഹൈക്കോടതി എടുത്തിരിക്കുന്നു. സിനിമയ്ക്കെതിരെ സമർപ്പിച്ച ഹർജികളിൽ അതിൽ കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സെൻസർ ബോർഡിനോട് വീണ്ടും സിനിമ കാണാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ, മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ സിനിമകളിൽ ഉണ്ട് എന്നുള്ള ഹർജിയിലാണ് കോടതി വിശദമായ വാദം കേട്ടത്. അതിന്റെ ട്രെയിലർ അടക്കം കേരളത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് എന്ന് ഹർജിക്കാർ വാദിച്ചു. അത് കോടതി മുഖവിലക്കെടുത്തു. ആ സിനിമ ഇപ്പോൾ വീണ്ടും സെൻസർ ബോർഡ് കാണണം എന്നുള്ളതാണ്. 2 ഹർജികളും നിലനിൽക്കും എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. കേരള സ്റ്റോറി കണ്ട് അത് വിലയിരുത്താനായില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇത് സെൻസർ ബോർഡ് വളരെ വേഗത്തിൽ തിരക്കിട്ട് എന്തിന് അനുമതി നൽകി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ വാദസമയത്ത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. സിനിമ കാണാൻ അവസരം ഒരുക്കുന്നതിൽ നിന്ന് നിർമ്മാതാക്കൾ ഒഴിഞ്ഞുമാറി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമ കാണാം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിനെതിരെ വീണ്ടും നിർമ്മാതാക്കൾ അത് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഹർജിയുമായി പോയതിനെ കോടതി ആ അർത്ഥത്തിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. 2ാം ഭാഗം മതസൗഹാർദ്ദത്തെ ബാധിക്കാം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറയേണ്ടി വരും. അത് മതസൗഹാർദ്ദത്തെ ബാധിക്കാം. ഈ സിനിമ പുറത്തിറങ്ങിയ അതിലെ 2ാം ഭാഗം കേരള സ്റ്റോറി 2 അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് അതിന്റെ ഉള്ളടക്കം എന്ന് കോടതി ഇപ്പോൾ പറയുകയാണ്. അതുകൊണ്ട് പ്രദർശനാനുമതി റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ 2 ഹർജികളും നിലനിൽക്കും എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് സെൻസർ ബോർഡ് ഒരിക്കൽ കൂടി ഈ സിനിമ കാണണം. നേരത്തെ ഈ വാദസമയത്ത് തന്നെ കോടതി പറഞ്ഞതാണ് ഹാൽ സിനിമയ്ക്ക് എന്തൊക്കെ നിബന്ധനകൾ അന്ന് ബാധകമാക്കിയിരുന്നോ അതെല്ലാം ഈ സിനിമയ്ക്കും ബാധകമാക്കണം എന്നതടക്കമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായും കോടതി വിശദമായ വാദം അതായത് 15 ദിവസത്തേക്കാണ് സ്റ്റേ. നാളെ റിലീസ് നടത്താനാകില്ല. വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ സെൻസർ ബോർഡ് ഇത് വീണ്ടും കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്നൊരു കാര്യമാണോ പറയുന്നത്? തീർച്ചയായും ശ്രുതി, 15 ദിവസത്തേക്കാണ് ഇപ്പോൾ സ്റ്റേ കോടതി അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ വീണ്ടും സെൻസർ ബോർഡ് കാണേണ്ടി വരും. ഇതിലെ വിവാദ ഭാഗങ്ങൾ, വർഗീയ പരാമർശങ്ങൾ, വർഗീയ വിദ്വേഷം പരത്തുന്ന ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ സെൻസർ ബോർഡിന് നീക്കേണ്ടി വരും. നേരത്തെ ഹാൽ സിനിമയിലടക്കം നമ്മൾ കണ്ടതാണ്. കേരള സ്റ്റോറി ആദ്യ ഭാഗത്തും സെൻസർ ബോർഡിന് അങ്ങനെ ഇടപെടേണ്ടി വന്നിരുന്നു. ആ ഘട്ടത്തിലേക്ക് വീണ്ടും ഇത് പോവുകയാണ്. 15 ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതി സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. സായി, ഈ സിനിമ കാണാൻ അവസരം ഒരുക്കുന്നതിൽ നിന്ന് നിർമ്മാതാക്കൾ ഒഴിഞ്ഞു മാറി എന്നുള്ളൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. കേരള സ്റ്റോറി കണ്ട് വിലയിരുത്താനാകില്ല എന്ന കാര്യം കൂടി ഹൈക്കോടതി പറയുന്നു. ശ്യാം ദേവരാജ് കൂടിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നത്? ഇതിൽ കേരള സ്റ്റോറി കണ്ട് വിലയിരുത്താനായില്ല എന്ന കാര്യം കോടതി പറയുന്നു. നമുക്കറിയാം ഈ സിനിമ കാണാൻ അവസരം ഒരുക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടും അതിൽ നിന്ന് അത് സെൻസർ ബോർഡാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കേണ്ടതെന്ന നിലപാടിലായിരുന്നു നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നത്. ഇതടക്കം എന്തൊക്കെയാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. കേരള സ്റ്റോറിയുടെ പ്രദർശനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. 15 ദിവസത്തേക്കാണ് സ്റ്റേ. ഇടക്കാല സ്റ്റേ ആണ്. ഈ 15 ദിവസത്തിനുള്ളിൽ സെൻസർ ബോർഡ് വീണ്ടും സിനിമ കണ്ട് പ്രദർശനാനുമതിയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ വീണ്ടും തീരുമാനമെടുക്കണം, പുതിയ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇടക്കാല ഉത്തരവ്. ഇതിൽ 3 ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പക്ഷേ മറ്റ് 2 ഹർജികൾ, അതായത് ശ്രീദേവ് നമ്പൂതിരിയും ഫ്രെഡി ഫ്രാൻസിസും നൽകിയ ഹർജികൾ നിലനിൽക്കുമെന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കേരള സ്റ്റോറി നേരിട്ട് കണ്ട് വിലയിരുത്താനായില്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. സിനിമ കാണാൻ അവസരം ഒരുക്കുന്നതിൽ നിന്ന് നിർമ്മാതാക്കൾ ഒഴിഞ്ഞുമാറിയെന്ന വിമർശനവും കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ച് വളരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വലിയ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി വരെ ഇതിന്റെ തർക്കങ്ങൾ എത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇതിന്റെ സീക്വലാണ്, അതായത് അടുത്ത ഭാഗമാണ് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമ എന്ന കാര്യം വ്യക്തമാണ്. നിർമ്മാതാക്കൾ അത്തരം കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2ാം ഭാഗവും മതസൗഹാർദ്ദത്തെ ബാധിക്കാം. കേരളം പോലൊരു സമൂഹത്തിൽ അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. അത്തരമൊരു സമൂഹത്തെ ദോഷകരമായി ബാധിക്കാം, കേരളത്തിലെ മതസൗഹാർദ്ദത്തെ ബാധിക്കാം എന്ന കാര്യവും കൂടി ഹൈക്കോടതി അത്തരമൊരു നിരീക്ഷണവും കൂടി നടത്തുന്നുണ്ട്. തുടർന്നാണ് കേരള സ്റ്റോറിയുടെ പ്രദർശനത്തിന് ഹൈക്കോടതി സ്റ്റേ നൽകുന്നത്. 15 ദിവസത്തേക്കാണ് സ്റ്റേ. ഇത് സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകും എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സെൻസർ ബോർഡ് വീണ്ടും സിനിമ കാണണം, സിനിമ കണ്ട് വീണ്ടും തീരുമാനമെടുക്കണം. നേരത്തെ 16
UA സർട്ടിഫിക്കറ്റാണ്. 16 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് നൽകുന്ന UA+ സർട്ടിഫിക്കറ്റാണ് ഈ സിനിമയ്ക്ക് നൽകിയിരുന്നത്. ആ സർട്ടിഫിക്കറ്റ് നൽകാനാകുമോ എന്ന കാര്യത്തിൽ സെൻസർ ബോർഡ് വീണ്ടും തീരുമാനമെടുക്കണം. സെൻസർ ബോർഡ് സിനിമ വീണ്ടും കണ്ട് പുനഃപരിശോധിക്കണം എന്നതാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശവും. ഈ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന് പ്രദർശനാനുമതി ചോദ്യം ചെയ്ത് നൽകിയ 2 ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നടപടി. കണ്ണൂർ സ്വദേശിയായ ശ്രീദേവ് നമ്പൂതിരിയും ഒപ്പം എറണാകുളം സ്വദേശി ഫ്രെഡി ഫ്രാൻസിസും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നടപടി. ജസ്റ്റിസ് ബിജു കുര്യൻ തോമസ് അധ്യക്ഷനായ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ട് തോന്നുന്ന 2ാം ഭാഗം മതസൗഹാർദ്ദത്തെ ബാധിക്കാമെന്ന് കോടതി നിരീക്ഷിക്കുന്നു. സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കേരള സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോലാഹലം എത്രത്തോളമാണെന്ന്, ഇതിന് 2ാം ഭാഗം ഇറങ്ങിയപ്പോൾ അതിന്റെ ടീസർ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലം എത്രത്തോളമാണ്, അതിന്റെ ഒരു പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന്, കേരളത്തെ എത്രത്തോളം അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്ന്. അപ്പോൾ ഈ നിരീക്ഷണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന അങ്ങേറ്റം ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം കേരള സ്റ്റോറിയുടെ 1ാം ഭാഗം കേരളത്തെ വലിയ രീതിയിൽ അപമാനിക്കുന്നതാണ് എന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ വലിയ രീതിയിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിമർശനം, കടുത്ത വിമർശനം ഉയർന്നിരുന്നു. അങ്ങനെ 2ാം ഭാഗം കൂടി പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ കേരളത്തിന്റെ ആശങ്ക, കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക, കേരള സ്റ്റോറി 2-നെതിരെ ആശങ്ക കാണാതിരിക്കാനാവില്ല, അത് പരിഗണിക്കാതിരിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇന്നലെയും ഇന്നുമായി വിശദമായ വാദം കേൾക്കുന്നത്. തുടർന്ന് ഇന്ന് ഈ കേരള സ്റ്റോറിയുടെ പ്രദർശനാനുമതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുന്നു. ഒപ്പം ഇതിൽ ഈ കേരള സ്റ്റോറി 2-ന്റെ പ്രദർശനാനുമതിക്ക് സ്റ്റേ കൂടി നൽകുന്നത് സെൻസർ ബോർഡ് തന്നെ പറഞ്ഞ് ഇതിന്റെ ടീസറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ശ്രുതി സൂചിപ്പിച്ചതാണ്. വലിയ തർക്കം ഉണ്ടായിരുന്നു. കാരണം സെൻസർ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് നിർമ്മാതാക്കൾ ടീസർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് റിലീസ് ചെയ്തത്. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ കേരള വിരുദ്ധമായ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെ ബാധിക്കുന്നതായിട്ടുള്ള ഉള്ളടക്കം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ തന്നെ ഈ ഹർജിക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. അത്തരം ഒരു കാര്യം അറിയിക്കുമ്പോഴാണ് ഈ സിനിമ വിശദമായി കാണണമെന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ സിനിമ കാണേണ്ടതായിരുന്നു, സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്താം എന്ന നിലപാടിലേക്ക് എത്തി. പക്ഷേ അതിന് അത്തരമൊരു അധികാരം, സവിശേഷമായ അധികാരം, പ്രത്യേകമായ അധികാരം, മേൽനോട്ടധികാരം ഹൈക്കോടതി ഉപയോഗിക്കരുത് എന്നാണ് നിർമ്മാതാക്കൾ ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. സ്വാഭാവികമായി ആ സിനിമ കോടതിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനാവില്ല, കോടതിക്ക് കാണാനായി പ്രദർശിപ്പിക്കാനാവില്ല എന്ന കടുത്തൊരു നിലപാട് കൂടി നിർമ്മാതാക്കൾ സ്വീകരിക്കുകയും ചെയ്തു. ആ നിലപാട് തന്നെയാണ് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയാകുന്നത്. കേരള സ്റ്റോറിക്ക് 15 ദിവസത്തേക്ക് സ്റ്റേ വരുന്നത്. കാരണം ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ, രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്, ക്രമസമാധാനത്തെ ബാധിക്കുന്നതാണ് എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹൈക്കോടതി ഇന്നലെ പറഞ്ഞൊരു കാര്യം, സാധാരണഗതിയിൽ ഒരു സിനിമയുടെ റിലീസിലേക്ക് ഇടപെടാറില്ല, പക്ഷേ അസാധാരണമായ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. അത് സിനിമ എന്നത് ഒരു കലാരൂപമാണ്. അത് ഭരണഘടനയുടെ അനുച്ഛേദം 19(1) ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം പറയുന്നത് ഇത് ചില ഈ യഥാർത്ഥ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള വസ്തുതാപരമായ സിനിമയാണ് എന്നതാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ആ സിനിമ കാണേണ്ടി വരുമെന്ന നിലപാട് കൂടി ഇന്നലെ ഹൈക്കോടതി എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എടുത്തിരുന്നു. ഇന്നലെ അതിനുവേണ്ടിയുള്ള സിനിമ കാണാൻ ഹൈക്കോടതി തയ്യാറായിരുന്നു. പക്ഷേ അതിന് പ്രദർശനമൊരുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായിട്ടില്ല. തുടർന്നാണ് സിനിമ കണ്ടില്ലെങ്കിലും ഇതിലെ ടീസർ കാണുമ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് എന്ന് കരുതേണ്ടി വരും. മാത്രമല്ല ഈ സിനിമയുടെ ആദ്യ ഭാഗത്തെ സംബന്ധിച്ച് വളരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് കേരളത്തിന്റെ ഈ സാംസ്കാരികമായ കാര്യങ്ങൾക്ക് അത്തരം ഒരു പാരമ്പര്യത്തിന് ചേരുന്നതല്ല. മാത്രമല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ആ സിനിമയിൽ തന്നെ 1ാം ഭാഗത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരുന്നത് നടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഹൈക്കോടതി അക്കാര്യം ശരിവെക്കുകയും 2 ഹർജികൾ നിലനിൽക്കുമെന്നാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 3 ഹർജികളാണ് ഉണ്ടായിരുന്നത്. ഈ 2 ഹർജികൾ നിലനിൽക്കുമെന്ന് പറഞ്ഞ ഹർജികൾ ഏതൊക്കെയാണ്? മറ്റേ ഹർജി ഏതാണ്? ആ 2 ഹർജികൾ, ഒന്നാമത്തേത് കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരി നൽകിയ ഹർജിയാണ്. 2ാമത്തേത് കണ്ണൂർ സ്വദേശിയായ വ്ലോഗർ കൂടിയായ ഫ്രെഡി ഫ്രാൻസിസ് നൽകിയ ഹർജികളാണ്. രണ്ടുപേരും ഇതിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ സിനിമയുടെ പ്രദർശനാനുമതി റദ്ദാക്കണം. ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ബാധിക്കുന്നതാണ്, നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അടക്കം ദോഷകരമായി ബാധിക്കുന്നതാണ്. മാത്രമല്ല ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സിനിമയ്ക്ക്
സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത്, ഇത് ഈ സിനിമ മൗലികാവകാശങ്ങളുടെ ഭാഗമല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് ഹർജിക്കാരും ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ആ വാദങ്ങളാണ് ഹൈക്കോടതി ശരിവെക്കുന്നത്. മൂന്നാമതൊരാൾ നൽകിയത് കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാദം, അതായത് അദ്ദേഹത്തിന് ഈ സിനിമയെ എതിർത്ത് ഹർജി നൽകാൻ കഴിയുമെന്ന വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. തുടർന്നാണ് ആ ഹർജി ഹൈക്കോടതി തള്ളുന്നത്. പക്ഷേ മറ്റു രണ്ട് ഹർജികൾ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഈ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ പ്രദർശനാനുമതി ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നത്. 15 ദിവസത്തേക്കാണ് സ്റ്റേ വരുന്നത്. 15 ദിവസത്തേക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കാനാവില്ല. പക്ഷേ ഈ സെൻസർ ബോർഡ് ഈ സിനിമയുടെ പ്രദർശനാനുമതി കാര്യത്തിൽ വീണ്ടും പുതിയ തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട്. സ്വാഭാവികമായി ഈ വിധിക്കെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ അവർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, അടിയന്തരമായി വാദം കേൾക്കണം, ഉടൻ തീരുമാനമെടുക്കണമെന്ന ആവശ്യം ഇന്ന് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് ഉന്നയിച്ചു. പക്ഷേ ആവശ്യം അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. 2 മണിക്ക് മാത്രമേ ഹർജി പരിഗണിക്കൂ എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിർമ്മാതാക്കളെ സംബന്ധിച്ച് എത്രയും വേഗം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുക എന്നതാണ് നിർമ്മാതാക്കൾ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ അപ്പീൽ നൽകുകയും നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരിക എന്ന നടപടിയിലേക്ക് അവർ കടക്കുകയും ചെയ്യും. കാരണം അടുത്ത ഒരാഴ്ചത്തേക്ക് വെള്ളിയാഴ്ച വരെ മാത്രമാണ് സുപ്രീം കോടതി ഉള്ളത്. അടുത്ത ഏതാണ്ട് 8 ദിവസം 9 ദിവസത്തേക്ക് സുപ്രീം കോടതി നിരന്തരമായ ദിവസങ്ങളിൽ, തുടർച്ചയായ ദിവസങ്ങളിൽ അവധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇന്നോ നാളെയോ തന്നെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യം കൂടി തീർച്ചയാണ്. അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കും, സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെടും. കാരണം സിനിമ എത്രയും വേഗം റിലീസ് ചെയ്യാൻ അനുമതി തേടുകയും ചെയ്യുന്ന കാര്യം തീർച്ചയാണ്. അവർ ഹൈക്കോടതിയിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി, തീർച്ചയായിട്ടും കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കേരള സ്റ്റോറി നിർമ്മാതാക്കൾക്ക്. ശ്യാം ദേവരാജ് തുടരുക. സജോ ദേവസി കൂടിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സജോ, ഈ കേരള സ്റ്റോറി 2 അല്ലെങ്കിൽ കേരള സ്റ്റോറിയോട് കൂടി ഈ സിനിമ എന്ന കേരളത്തെ, മലയാളികളെ അപമാനിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പദ്ധതി എന്ന രീതിയിലാണ് ഹർജിക്കാർ ഇതിനെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പ്രധാനമായിട്ടും ചർച്ചയും ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ടീസർ അടക്കം പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അതുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നം എത്രത്തോളമാണെന്നുള്ളത്.